പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 7ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വർ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിക്കർ അല്ലെങ്കിൽ മദ്യത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കണം. അതിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്കറിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ചാരായം എന്നാണ്, അല്ലെങ്കിൽ എന്താണ് അറാക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ട് 1077 ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3(6)A ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ്, അബ്കാരി ആക്ടില് ചാരായത്തിന് നൽകിയിട്ട് അല്ലെങ്കിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, 3(6)A ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ 3(6)A. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ചാരായമൊക്കെ കൂടുതൽ വാറ്റുന്നത് അല്ലേ. നമ്മൾ മറ്റേ ആട് സിനിമയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മൂന്നാറിൽ എന്ത് ചെയ്യാണ്, മൂന്നാറിലൊക്കെ ചാരായം അല്ലെങ്കിൽ അറാക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ മൂന്നാറിൽ ചാരായ വാറ്റൊക്കെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അബ്കാരി ആക്ടിലെ സെക്ഷൻ 1077 പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്, ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3(6)A ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 3(6)4 പ്രകാരം ചാരായമായി കണക്കാക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ അബ്കാരി ആക്ടിലെ സെക്ഷൻ 3(6)A പ്രകാരം ചാരായമായി കണക്കാക്കുന്നത് എന്താണ്, ഇത് 3(6)A ആണ്. 3(6)A പ്രകാരം ചാരായമായി കണക്കാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്തൊക്കെയാണ്, കള്ള്, അതുപോലെ തന്നെ ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഇവ ഒഴികെയുള്ള ലഹരി വിമുക്തമായ പാനീയങ്ങളെയാണ് നമ്മൾ ചാരായം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ ചാരായം എന്ന് പറഞ്ഞാൽ എന്താണ്, ലഹരി മുക്തമായ പാനീയങ്ങളെയാണ് നമ്മൾ പൊതുവേ ചാരായങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് വരില്ല, കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഇവ ഒഴുകിയിട്ടുള്ള ലഹരിമുക്തമായ പാനീയങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാരായം എന്ന് പറയുന്നത്. അപ്പോൾ ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് ഏത് സെക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക, സെക്ഷൻ 3(6)A. അബ്കാരി ആക്ട് 1077 സെക്ഷൻ 3(6)A എന്ത് ചെയ്യുന്നത്, ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. എന്താണ് ചാരായം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലഹരിമുക്തമായ പാനീയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ചാരായം എന്ന് പറയുന്നത്. അതിനകത്ത് കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ ഒഴികെയുള്ള എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒഴികെയുള്ള ലഹരിമുക്തമായ പാനീയങ്ങളാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നത്, ചാരായം എന്ന് പറഞ്ഞാൽ ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ വൈനൊക്കെ ഉണ്ടല്ലോ, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ വാറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ അതിലെന്തില്ല, നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ ആഡ് ചെയ്യാത്ത പാനീയങ്ങൾ, ലഹരി വിമുക്തമായിട്ടുള്ള പാനീയങ്ങളാണ് നമ്മൾ പൊതുവെ ചാരായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ലിക്കർ അല്ലെങ്കിൽ ലിക്കർ ക്ലാസിഫിക്കേഷൻ്റെ ആദ്യത്തേതായിട്ടുള്ള ചാരായം അല്ലെങ്കിൽ അറാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പോൾ അതിനാണ് അറാക്ക് അല്ലെങ്കിൽ ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3(6)A ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3(6) ചാരായം കൂടുതലാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് കള്ള്. ഓക്കെ, അപ്പോൾ ടോഡി എന്നാണ് കള്ളിൻ്റെ ഇംഗ്ലീഷ് പേര്, എന്താണ്, ടോഡി എന്നാണ്. അപ്പോൾ എന്താണ് കള്ളെന്ന് പറഞ്ഞാൽ അബ്കാരി ആക്ട് 1077 കള്ളിന് നിർവചനം നൽകിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അത് 3(8) ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അബ്കാരി ആക്ട് 1077 കള്ളിന് നിർവചനം നൽകിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3(8) ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് പഠിക്കാനായിട്ട് വേറൊരു കാര്യം ആലോചിച്ചിരുന്നാൽ മതി, കള്ള് കുടിച്ചാൽ നമുക്ക് 8ന്റെ പണി കിട്ടുമെന്ന് ആലോചിച്ചാൽ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, കള്ള് കുടിച്ചാൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ കള്ളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 3(8) ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3(8) പറയുന്നത് കള്ളിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് കള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ള കാര്യം കൂടി നമുക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ അബ്കാരി ആക്ടിൽ 1077 കള്ളിന് നിർവചനം നൽകിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3(8) ആണെന്ന് നമ്മൾ പറഞ്ഞു. അബ്കാരി ആക്ടിലെ സെക്ഷൻ 3(8) പ്രകാരം കള്ളായി കണക്കാക്കുന്നത് എന്തിനെയൊക്കെയാണ്, തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ
ഏത് തരം പനമരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയോ വേർതിരിച്ചെടുക്കുന്ന ഫെർമെന്റ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ലഹരിമുക്തമായ പാനീയങ്ങളെ നമുക്ക് എന്ത് പറയാം? കള്ളെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് കള്ളെന്ന് പറഞ്ഞാൽ തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ ഇതര തരത്തിലുള്ള പനമരങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഫെർമെന്റ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ലഹരിമുക്തമായ പാനീയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവെ കള്ള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഫയർമാൻ്റെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മെറ്റീരിയൽസും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് 996116916972 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് 100 രൂപ പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യുക. ഒരു കാരണവശാലും ഈ നമ്പറിലേക്ക് വിളിക്കരുത്. അപ്പോൾ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ഈ നമ്പറിൽ തന്നെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? എക്സൈസിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഫയർമാൻ ആണ് ഫയർവുമൺ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേ കാര്യം തന്നെ ഒന്നും കൂടി ചെയ്താൽ മതി. അപ്പോൾ രണ്ടും കൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 200 രൂപ എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ ഒരു ക്ലാസ്സും മെറ്റീരിയൽസ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന എല്ലാ ഈ പറയുന്ന ഫയർമാൻ്റെയും ഫയർവുമൻ്റെയും ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ ഈ ഗ്രൂപ്പിനകത്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്താണ് കള്ള് അല്ലെങ്കിൽ എന്താണ് ടോഡി എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ലിക്കർ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ലിക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം നമുക്ക് എന്താണ് ലിക്കർ അല്ലെങ്കിൽ എന്താണ് മദ്യം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3-ൽ 10 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ 3-ൽ 6A പറഞ്ഞു. 3-ൽ 6A എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരായം അല്ലേ? ചാരായമാണ്. 3-6 ചാരായം കൂടുതലാണ്. കള്ളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അതും നമുക്കറിയാം. എത്രയാണ്? 3-ൽ 8 ആണ്. 8ന്റെ പണി കിട്ടും. കള്ള് കുടിച്ചാൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇനി മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ ആ സെക്ഷൻ 3-ൽ 10 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അബ്കാരി ആക്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിൽ നമ്മുടെ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ ആ സെക്ഷൻ 3-ൽ 10 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഈ അബ്കാരി ആക്ടിലെ സെക്ഷൻ 3-ൽ 10 പ്രകാരം മദ്യം എന്നുകൊണ്ട് കണക്കാക്കുന്ന എന്തിനെയാണ്? സ്പിരിറ്റ്, അതുപോലെ തന്നെ വൈന്, ചാരായം, കള്ള്, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും നമുക്ക് എന്ത് ചെയ്യാം? മദ്യം എന്ന വിഭാഗത്തിൽ പെടുത്താം. അപ്പോൾ എന്താണ് മദ്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഏത് പാനീയമാണെങ്കിലും അതെന്താണ്? മദ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്പിരിറ്റ് വരാം, അല്ലെങ്കിൽ മദ്യം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള വൈന് വരാം, ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ചാരായം വരാം, ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള കള്ള് വരാം, ബിയർ വരാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഏതൊരു പാനീയത്തെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മദ്യം എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ടിൽ ഈ പറയുന്ന മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് ഏത് സെക്ഷനാണെന്ന് അറിഞ്ഞിരിക്കുക. അത് നമ്മുടെ സെക്ഷൻ 3-ൽ 10 ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് എന്താണ് ഈ പറയുന്ന മദ്യത്തിൻ്റെ വിഭാഗത്തിനകത്ത് തന്നെ വരുന്ന മറ്റൊരു സാധനമാണ് ബിയർ എന്ന് പറഞ്ഞാൽ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തരം ആൽക്കഹോൾ കോമ്പൗണ്ടാണ് ഈ ബിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ അബ്കാരി ആക്ട് 1077 ഈ ബിയറിന് നിർവചനം നൽകിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 3-ൽ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സെക്ഷൻസ് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ച സെക്ഷൻ ഏതാണ്? 3-ൽ 6A ആണ്. 3-ൽ 6A എന്ന് പറയുന്നത് എന്താണ്? 3-6 ചാരായം കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 3-ൽ 6A. അടുത്ത് നമ്മൾ പറഞ്ഞു 8ന്റെ പണി കിട്ടുന്ന എന്താണ്? കള്ള് കുടിച്ചാൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ 3-ൽ 8 പറയുന്നത് എന്താണ്? കള്ളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് 3-ൽ 8 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു 3-ൽ 10. അപ്പോൾ എന്താണ്? മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് 3-ൽ 10 എന്ന് നമ്മൾ പറഞ്ഞു. 3-ൽ 11 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ബിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ അബ്കാരി ആക്ടിലെ ബിയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3-ൽ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. അബ്കാരി ആക്ടിനകത്ത് ഈ കള്ളും മദ്യവും കഞ്ചാവും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ എക്സൈസിനകത്ത് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട്
വരത്തുള്ളൂ. കാര്യം നമ്മൾ ഇറങ്ങുന്ന ഫീൽഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സിലബസിനകത്തുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബിയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3-11 എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3-11 പ്രകാരം ബിയറായി കണക്കാക്കുന്ന എന്താണ്? മാൾട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ മാൾട്ടിനെ ഫെർമെൻറ്റ് ചെയ്ത് അതിന് വിധേയമാക്കിയില്ല, ഫെർമെൻറ്റേഷന് വിധേയമാക്കിയിട്ടുള്ള പാനീയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവേ ബിയർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എയിൽ, അതുപോലെ തന്നെ സ്റ്റൗട്ട്, അതുപോലെ തന്നെ പോർട്ടർ എന്നീ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നത്? ബിയറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ബിയറിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എയിൽ വരാം, സ്റ്റൗട്ട് വരാം, പോർട്ടർ വരാം. അപ്പോൾ എന്താണ് ഈ മാൾട്ട് എന്നറിയാമോ? മാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് മാൾട്ടിൻ്റെ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ പറയുന്ന അതിനകത്ത് ഈസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഫെർമെൻറ്റേഷൻ ചെയ്തുകൊണ്ട്, പുളിപ്പിച്ചുകൊണ്ട് അതിനെ ബിയറാക്കി എടുക്കുക അല്ലെങ്കിൽ ആൽക്കഹോൾ ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ഈ മാൾട്ടിങ് എന്ന് പറയുന്നത്. മാൾട്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഈ ധാന്യങ്ങളുണ്ടല്ലോ, ഈ ധാന്യങ്ങൾക്കകത്ത് നിന്ന് ഈ ധാന്യങ്ങളെ മുളപ്പിച്ചുകൊണ്ട് അതിനകത്തുള്ള എൻസൈമുകളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ആൽക്കഹോൾ പുറത്തെടുക്കുന്ന ഒരു തരം പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാൾട്ടിങ് എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗോതമ്പിനെ നമ്മൾ പൊതുവേ ഈ ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മാൾട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സോക്ക് ചെയ്ത് മുളപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് നിന്ന് നമ്മൾ ആൽക്കഹോൾ കണ്ടന്റിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മുളപ്പിച്ചാൽ മാത്രമേ അതിനകത്തുള്ള എൻസൈമുകൾ ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു കാര്യം ശ്രദ്ധിക്കുക. മാൾട്ട് അല്ലെങ്കിൽ യവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെർമെൻറ്റേഷന് വിധേയമാക്കിക്കൊണ്ടുള്ള പാനീയത്തെയാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നത്? ബിയറായി കണക്കാക്കുന്നത്. അതിന് എക്സാമ്പിളാണ് എയില്, സ്റ്റൗട്ട്, പോർട്ടർ എന്നീ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സൈസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ടോപ്പിക്കിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. കാര്യം നമ്മൾ പൊതുവേ കേട്ടിട്ടില്ലാത്ത കുറേ വാക്കുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? നമ്മൾ ചാരായം അല്ലെങ്കിൽ അറാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പോൾ ലിക്കർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്കറിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ചാരായം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാരായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 3-6A എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കള്ളും ബിയറും സ്പിരിറ്റും വൈനും വിദേശ മദ്യം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒഴികെയുള്ള ലഹരിമുക്തമായ പാനീയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാരായം എന്ന് പറയുന്നത്. കള്ളല്ലെങ്കിൽ ജോഡിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എന്താണ്? കള്ള് കുടിച്ചാൽ 8ന്റെ പണി കിട്ടും. സോ ദാറ്റ് ഈസ് 3-8 അല്ലേ? 3-8. അപ്പോൾ കള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ പനമരങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഫെർമെൻറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ലഹരിമുക്തമായ പാനീയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കള്ള് എന്ന് പറയുന്നു. അതിനുശേഷം ലിക്കർ അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3-10. എന്താണ് മദ്യം എന്ന് പറഞ്ഞാൽ? സ്പിരിറ്റ്, വൈന്, ചാരായം, കള്ള്, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഏതൊരു പാനീയത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മദ്യം എന്ന് പറയുന്നുണ്ട്. ബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3-11 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെർമെൻറ്റേഷന് വിധേയമാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന പാനീയങ്ങളെയാണ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നത്? ബിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എയിൽ വരാം, സ്റ്റൗട്ട് വരാം, പോർട്ടർ വരാം. ഈ സാധനങ്ങളെല്ലാം എന്ത് തന്നെയാണ്? ബിയർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് എക്സാമ്പിൾസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നോട്ട്സും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എല്ലാവരും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്ലാസ്സുകളിൽ ഏകദേശം ഈ പറയുന്ന നോട്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ഏകദേശം 1000-ഓളം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് 9961169927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച ശേഷം എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഫയർമാൻ്റെ പഠിക്കുന്നവർ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫയർമാൻ്റെയും എക്സൈസിൻ്റെയും ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ LDCയുടെ ക്ലാസ്സുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതുപോലത്തുള്ള വീഡിയോസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.